കൊല്ലം പുനലൂരിൽ യുവാവിന് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ക്രൂരമർദ്ദനം. പുനലൂർ പ്ലാച്ചേരി സ്വദേശി അനീഷിനാണ് മർദ്ദനമേറ്റത്. ഓട്ടോറിക്ഷ ഡ്രൈവർ അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കണ്ണൻ നായർ ചേർന്നു വിവരങ്ങളുമായി. കണ്ണൻ, ഇതെന്തിന്റെ പേരിലായിരുന്നു ഈ അതിക്രൂര മർദ്ദനം? ഈ മർദ്ദനമേറ്റ യുവാവിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? സന്ധ്യപ്രഭ, ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. ഇന്നലെ പുനലൂരിലെ ഒരു പെട്രോൾ പമ്പിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. ഈ മർദ്ദിച്ച അഖിലും മർദ്ദനമേറ്റ രാജേഷും അയൽക്കാരാണ്, അടുത്ത വീട്ടുകാരാണ്. അവർ തമ്മിൽ 3 മാസം മുമ്പ് വരെ നല്ല രീതിയിൽ കുടുംബബന്ധം മുന്നോട്ട് കൊണ്ടുവരുന്നതാണ്. 3 മാസം മുമ്പ് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന്റെ പേരിൽ 3 മാസം മുമ്പ് ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇരു കുടുംബാംഗങ്ങളെയും വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിഹരിച്ചതാണ്. ഇന്നലെ പെട്രോൾ പമ്പ് വെച്ച് അപ്രതീക്ഷിതമായി അഖിൽ രാജേഷിനെ കാണുന്നു. രാജേഷിനെ ക്രൂരമായിട്ട് ആദ്യം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്ന് ശരീരത്ത് ആസകലം മർദ്ദിക്കുകയാണ്. അതിനുശേഷം പമ്പിലെ ജീവനക്കാർ അയാളെ പിന്തിരിപ്പിച്ച് മാറ്റി. എന്നാൽ വീണ്ടും തിരിച്ചു വന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് രാജേഷിന് ഏറ്റത്. ഈ കുടുംബങ്ങൾ തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക്, മർദ്ദനത്തിലേക്ക് പോയതെന്നുള്ളതാണ് പോലീസ് നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ SHO രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ മർദ്ദിച്ച അഖിലിനെ പിടികൂടുകയായിരുന്നു. രാജേഷ് മർദ്ദനമേറ്റ് ആശുപത്രിയിലാണുള്ളത്. കുടുംബങ്ങൾ തമ്മിലുള്ള മുൻപുണ്ടായിരുന്ന വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ക്രൂര മർദ്ദനത്തിന് കാരണമായത്. ഈ മർദ്ദനമേറ്റ അനീഷിനെ മർദ്ദിച്ച ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പെട്രോൾ പമ്പിൽ വെച്ച് അവിചാരിതമായി കാണുകയായിരുന്നു. അവിടെ വെച്ച് ആ വൈരാഗ്യം തീർക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.